പൊന്നാനിയിൽ ഒരു കോളേജിൽ NDA സ്ഥാനാർത്ഥിയെ തടഞ്ഞ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാനിവിടെ സ്ഥാനാർത്ഥി അല്ലായിരുന്നുവെങ്കിൽ ആ കോളേജിൻ്റെ മുന്നിൽ തൊട്ടടുത്ത ദിവസം ഞാൻ സമരത്തിനിരിക്കും. എൻ്റെ സ്ത്രീകൾ അവിടെ വരും, ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇതിലും വലിയ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭീകരന്മാർ തമ്പടിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ആ സ്ഥാപനം നടത്തിപ്പുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ എയ്ഡ് വാങ്ങിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് ഗവൺമെന്റിന്റെ പണം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്ഥാനാർത്ഥിക്കും കടന്നു വരാനും അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എൻ്റെ സഹോദരിയായിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യം അവർക്കെതിരെ നടത്തിയിട്ടുള്ള അവരുടെ ഈ കലാപരിപാടി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇല്ലാതിരുന്ന് നന്നായി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത് വളരെ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ പ്രസംഗിക്കാനും ഞങ്ങൾക്കിവിടെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാനും ഞങ്ങൾക്ക് ഈ പൊതുപ്രവർത്തനം നടത്താനും കൃത്യമായിട്ട് അവകാശമുണ്ട്. ഭാരതത്തിൻ്റെ അകത്താണ് കേരളം, പൊന്നാനിയുടെ അകത്തല്ല ഭാരതം. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന മാത്രമേ നടത്തൂ എന്ന് തീരുമാനിക്കാൻ ആര് കൊടുത്തു ഇവർക്ക് അവകാശം? അങ്ങനെ ഒരു അവകാശം നമ്മൾ ആർക്കും ചാർത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഇന്നലെ തന്നെ ഈ വിവരത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിങ്ങിന് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മറുപടിയും അവിടെ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഭീകരവാദ സംഘടനകളുടെ പണം പറ്റിക്കൊണ്ട് മലപ്പുറം ജില്ലയെ ഭീകരവാദികളുടെ കോട്ടയാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും നമ്മൾ വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ 10 വോട്ട് കുറഞ്ഞാൽ കുറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷെ കാര്യങ്ങൾ നേരാവണ്ണം കേരളത്തിൽ നടക്കണം. എല്ലാ കുട്ടികളും അവരുടെ ഉമ്മയ്ക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ ഉപകാരികളായിട്ട്, നാടിനും വീടിനും ഉപകാരികളായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്.